എനിക്ക് തോന്നുന്നത് സഹ വി എസിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ 1996 ശേഷം അദ്ദേഹത്തിന് രാഷ്ട്രീയമായി തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ തന്നെ കൂടുതൽ ജനകീയ വിഷയങ്ങളെ, ഞാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ പാർട്ടി ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതല്ല, മറിച്ച് മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന പൊതുവിഷയം എന്ന അർത്ഥത്തിൽ പരിസ്ഥിതി പോലെയുള്ള പ്രശ്നങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം എടുത്ത ധീരമായ സമീപനങ്ങൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നതിൻ്റെ തുടക്കം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ടകൾക്ക് പുറത്തുള്ള തുടക്കം എന്ന രീതിയിൽ ഞങ്ങൾ കാണുന്നത് 1997 അദ്ദേഹത്തിൻ്റെ നെൽവയൽ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ വലിയ പരിപാടികളാണ്. 1997 മങ്കൊമ്പിൽ കർഷക തൊഴിലാളികളുടെ വലിയൊരു സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് കേരളത്തിൻ്റെ നിലനിൽപ്പിന് ഇനിയും നെൽവയലുകൾ നികത്താൻ പാടുള്ളതല്ല, നെൽവയലുകൾ സംരക്ഷിക്കപ്പെടുന്നതിലൂടെ മാത്രമേ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തെ പാരിസ്ഥിതികമായും എന്തിനേറെ ഭക്ഷ്യസുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിലും സുരക്ഷിതത്വം ഒരുക്കാൻ കഴിയൂ. അതുകൊണ്ട് കർഷക തൊഴിലാളികളുടെ പ്രധാനപ്പെട്ട സമരമുഖമായി നമ്മുടെ നെൽവയലുകൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ളൊരു മുദ്രാവാക്യം അദ്ദേഹം ഉയർത്തുന്നു. ഇനിയും നിങ്ങളുടെ മുന്നിൽ അങ്ങനൊരു നിയമം അന്നില്ലാത്ത സാഹചര്യത്തിൽ നിങ്ങളുടെ മുന്നിൽ നെൽപ്പാടങ്ങൾ നികത്തിയാൽ അതിനെതിരെ നിങ്ങൾ പ്രാദേശികമായി പ്രതികരിക്കണം എന്നുള്ള ഒരു വലിയ ജനകീയ മുദ്രാവാക്യം അദ്ദേഹം ഉയർത്തുന്നു. ആ വിഷയത്തെ അന്നത്തെ മാധ്യമങ്ങൾ എന്നാൽ മറ്റൊരു രീതിയിലാണ് അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. നമുക്കറിയാം, കേരളത്തിൽ ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള പുതിയ പുതിയ മുഖങ്ങൾ വരുന്നു, പരീക്ഷണങ്ങൾ വരുന്നു. നെൽപ്പാടങ്ങൾ നികത്തി അവിടെ കെട്ടിടങ്ങൾ പണിയുന്നതിൽ എന്താണ് തെറ്റ് എന്ന് പൊതുമണ്ഡലത്തിലെ മാധ്യമങ്ങൾ തന്നെ നമ്മളോട് ചോദിക്കുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ 97 ഉയർത്തിയ ഈ മുദ്രാവാക്യത്തെ വെട്ടിനിരത്തൽ സമരം എന്ന തരത്തിൽ, ഇന്ന് വി എസിനെ വല്ലാത്ത തരത്തിൽ അദ്ദേഹത്തിൻ്റെ വിയോഗത്തെ വല്ലാത്ത വേദനയോടെ പങ്കുവെക്കുന്ന അതേ മാധ്യമങ്ങൾ അദ്ദേഹത്തെ പൊതുമണ്ഡലത്തിൽ ആക്ഷേപിക്കാൻ ശ്രമിച്ചത്. അതിന് എത്രമാത്രം പ്രസക്തിയുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 2006 അധികാരത്തിലേക്ക് അദ്ദേഹം മുഖ്യമന്ത്രിയായി വരുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ 2008 നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം, ആ നിയമം നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ നിലവിലുള്ള സംവിധാനത്തിൻ്റെ ചില പോരായ്മകൾ അതിലുണ്ടായിരുന്നു. പിൽക്കാലത്ത് അതിനെ കൂടുതൽ മെച്ചപ്പെടുത്തണമെന്ന് ആവർത്തിച്ച് സഖാവ് വി എസ് ആവശ്യപ്പെടുമ്പോഴും പിന്നീട് വന്ന സർക്കാരുകൾ, അതിനകത്ത് ഐക്യമുന്നണിയെന്നോ ഇടതുപക്ഷ മുന്നണിയെന്നോ ഇല്ല, അതിനകത്ത് പലപ്പോഴും വെള്ളം ചേർക്കാനുള്ള ശ്രമം, അതിൻ്റെ ശക്തി ചോർത്തിക്കളയാനുള്ള ശ്രമമാണ് നടന്നതെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുമാത്രമല്ല, നമുക്കറിയാമല്ലോ, പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഗാഡ്ഗിൽ കമ്മീഷനെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് കസ്തൂരിരംഗൻ വിഷയം വന്നപ്പോൾ അതിശക്തമായ സമീപനം ഗാഡ്ഗിൽ കമ്മീഷൻ തന്നെ നടപ്പിലാക്കണമെന്ന് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നത് 2018-19 ആവർത്തിച്ചുണ്ടായ വലിയ മഴയും അനുബന്ധ അപകടങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ പരിസ്ഥിതി വിഷയത്തിൽ, വ്യത്യസ്തമായ വിഷയത്തിൽ നോക്കൂ, ആണവ നിലയം, കൂടംകുളത്ത് ആണവ നിലയ വിഷയത്തിൽ CPIM എടുത്ത പൊതു നിലപാട് അവരുടെ ദേശീയ നിലപാടിന് വിരുദ്ധമായിരുന്നു. കൂടംകുളത്ത് പണി തുടങ്ങിയതുകൊണ്ട് ആണവ നിലയങ്ങളുടെ പണികളുമായി മുന്നോട്ട് പോകുന്നതിൽ ഞങ്ങൾ എതിർക്കുന്നില്ല എന്ന് ഒരു കേഡർ സ്വഭാവമുള്ള CPIM-നെ പോലുള്ള ഒരു പാർട്ടിയുടെ ദേശീയ നേതൃത്വം പറയുമ്പോൾ ആ കൂടംകുളത്തെ ആണവ വിരുദ്ധ സമരത്തിൽ പൂർണ്ണമായും പിന്തുണ കൊടുക്കാൻ അദ്ദേഹം കാണിച്ച ഒരു ധീരമായ തീരുമാനമുണ്ടല്ലോ, അത് ആ പ്രസ്ഥാനത്തിനെ തന്നെ തിരുത്തുവാൻ സഹായകരമാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻഡോസൾഫാൻ വിഷയത്തിൽ ഇന്നും ആ വിഷയത്തിൽ 2 തട്ടിൽ നമ്മൾ വിദഗ്ധരെ കാണാൻ കഴിയും. വിദഗ്ധരെ മാത്രമല്ല, തൊഴിലാളി സംഘടനകളെ സംബന്ധിച്ചിടത്തോളം എൻഡോസൾഫാൻ വിതറുന്നത് നമുക്കറിയാം. ആ എൻഡോസൾഫാൻ അപ്രായോഗികമായി അല്ലെങ്കിൽ അശാസ്ത്രീയമായി കൈകാര്യം ചെയ്ത സമയത്തും അവിടെ തൊഴിലാളി യൂണിയനുകളുണ്ട്. ആ തൊഴിലാളി യൂണിയനുകൾ ആ വിഷയത്തോട് കാണിച്ചിട്ടുള്ള അനാരോഗ്യകരമായ സമീപനത്തെ തിരുത്തണമെന്ന് ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് മുദ്രാവാക്യങ്ങൾ ഉയരാത്ത സാഹചര്യത്തിലാണ് ആ ദുരന്തം നാട്ടുകാർ ഏറ്റുവാങ്ങേണ്ടി വന്നത്. ആ വിഷയത്തിൽ ഇന്നും പലപ്പോഴും, ഒരു പക്ഷേ പരസ്യമായിട്ടല്ലെങ്കിൽ പോലും, എൻഡോസൾഫാൻ ഏറ്റവും ചിലവ് കുറഞ്ഞ കീടനാശിനി എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചുകൂടെ എന്ന് ചില വാദങ്ങൾ ഉയരുമ്പോഴാണ് അതിനെയൊക്കെ നിഷ്പ്രഭമാക്കുന്ന തരത്തിൽ എൻഡോസൾഫാൻ്റെ ഇരകളായി, ഇല്ലെങ്കിൽ ഇരകളെന്ന് പറയുന്നത് ശരിയല്ല, എൻഡോസൾഫാൻ്റെ രക്തസാക്ഷികളായി മാറേണ്ടി വന്ന ആ നാട്ടുകാർക്ക് അനുകൂലമായ ധീരമായ സമീപനം എടുത്തത്. ഇനിയും മതികെട്ടാൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ എന്നല്ല, ഭൂമിയുടെ അത്ഭുതകരമായ ഭൂമിയാണ്.
അവിടുത്തെ കയ്യേറ്റങ്ങൾ നേരിൽ കണ്ട് ബോധ്യപ്പെടാൻ അദ്ദേഹം നടത്തിയ യാത്ര ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അദ്ദേഹം ആ മതികെട്ടാനിലേക്ക് യാത്ര ചെയ്യുമ്പം പൂപ്പാറ എന്ന് പറയുന്ന പഞ്ചായത്ത് വഴി യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തെ റോഡിൽ അദ്ദേഹത്തിൻ്റെ വാഹനം തടയുവാൻ അമ്പ് വില്ലുമായി ഒരു സംഘം ആളുകൾ പ്രത്യക്ഷപ്പെടുന്നു. എല്ലാവരും എന്താണ് പറയുന്നത്, വല്ലാതെ പിന്നെ ഉത്കണ്ഠയോടെ നിൽക്കുമ്പം അദ്ദേഹത്തിൻ്റെ കാറ് നിർത്തുന്നു. അദ്ദേഹം അതിൽ നിന്ന് ഇറങ്ങി അവരെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു എന്നാണ് പത്രപ്രവർത്തകർ പിന്നീട് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പാരിസ്ഥിതികമായ വിഷയങ്ങളിൽ വളരെ ഗൗരവതരമായി അദ്ദേഹം ഇടപെടുമ്പോഴും വികസന കാര്യങ്ങളിൽ അദ്ദേഹം എടുത്ത നിലപാടുകൾ നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല. പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് വികസനം സാധ്യമാകുമെന്ന് ലോകത്തോട് കേരളത്തിന് വേണ്ടി ആവർത്തിച്ച് പറഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവെന്ന അർത്ഥത്തിലും അദ്ദേഹത്തെ തീർച്ചയായും കേരളം എക്കാലത്തും ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ പക്ഷേ ആഗ്രഹങ്ങൾ അത് ഒരുപക്ഷെ മൂന്നാറുമായി ബന്ധപ്പെട്ട വിഷയമാകാം, ജീരകപ്പാറയുമായി ബന്ധപ്പെട്ട വിഷയമാകാം, പശ്ചിമഘട്ടത്തിൻ്റെ പൊതു സംരക്ഷണ വിഷയമാകാം, നെൽപ്പാടങ്ങളും അനുബന്ധ സംവിധാനങ്ങളും സംരക്ഷിക്കണം എന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാകാം. അത് ഇന്നും സബലീകൃതമായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ VS-ൻ്റെ ആ സ്വപ്നങ്ങളെ നെഞ്ചിലേറ്റാൻ കേരളത്തിൻ്റെ പൊതുമണ്ഡലം ബാധ്യസ്ഥമാണെന്ന് കൂടി ഈ അവസരത്തിൽ നമ്മൾ ഓർക്കണം.